ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അലക്സ് റാം മുഹമ്മദ്. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ എനിക്കിത്തിരി സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൽ കേരളത്തിലെ ഹരിതാഭ, പച്ചപ്പ്, മഴ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അതുമാത്രമാണോ എന്ന് മുഖം ചുളിക്കുന്നവരോട് ചില സർപ്രൈസിങ് എലമെൻറ്റുകൾ കൂടി ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ മരങ്ങളുടെ പച്ചപ്പിൽ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ നാളെയും ഭൂമിയുടെ ശ്വാസവുമാണ്. റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിയിൽ ദ്വീപുകൾ പലതുണ്ടെങ്കിലും നെടുങ്ങാട് ദ്വീപ് അല്പം സ്പെഷ്യലാണ്. ഇൻസ്റ്റയിലെ പുതിയ ട്രെൻഡിങ് സ്പോട്ടുകളിൽ ഒന്നാണെന്നേ നെടുങ്ങാട് ഐലൻഡ്. ഇനി നെടുങ്ങാട് ദ്വീപിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ കായലുണ്ട്, ഹരിതാഭയുണ്ട്, പച്ചപ്പുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടെ വൻ പൊളി സെറ്റപ്പാണ് നെടുങ്ങാട്. നെടുങ്ങാട് ദ്വീപിൻ്റെ കഥ പറയുന്നത് റൈഡിംഗ് റിപ്പോർട്ടറിൽ ആദ്യം വിഷ്ണു സുരേഷ്. നെടുങ്ങാടേക്കുള്ള യാത്രയിലാണ്. നെടുങ്ങാട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഇപ്പൊ നമ്മൾ നെടുങ്ങാട് എത്തി. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ ക്യാമറയിലൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നെടുങ്ങാട് എത്തി. കാണുന്നതാണ് നെടുങ്ങാട്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത് നോക്കിയാൽ മുളകുകാടാണ്, മറുവശത്ത് എറണാകുളം. ഇതൊരു ദ്വീപാണ്, ഒറ്റപ്പെട്ട ദ്വീപല്ല, എന്നാലും ഒരു ദ്വീപാണ്. ഇത് എറണാകുളത്ത് നിന്ന് 15 കിലോമീറ്റർ ഉണ്ട്. വൈപ്പിൽ നിന്നാണെങ്കിൽ 10 കിലോമീറ്റർ. ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ എത്തും, അറ്റം വരെ വണ്ടിയൊക്കെ എത്തും. ഒരുപാട് കാഴ്ചകളിവിടെ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. പച്ചപ്പ്, ഹരിതാഭ, മഴ. നെടുങ്ങാട് കൂടുതൽ സുന്ദരിയാവുന്നത് മഴയത്താണ്. ഇതുപോലെ പറയാനാണെങ്കിൽ ഞങ്ങളിവിടെ ചൂണ്ടിടാനായിട്ട് കിടക്കുന്ന നിൽക്കാൻ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വീട്ടിലൊക്കെ കറക്കൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഒന്ന് ചൂണ്ടിടും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കറക്കി ഒപ്പിച്ച് പോകാറുണ്ട്. റീൽസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പിള്ളേർ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് റീൽസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്. സൺറൈസ് ആണ് ആൾക്കാർ വരുന്നത് കൂടുതലും കാര്യങ്ങളായിട്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ പിന്നെ വന്ന് അവിടെ ചായക്കടയുണ്ട്, ആൾക്കാർ വരും. പിന്നെ പിള്ളേരുകളൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. ഈ സ്ഥലം ഒന്ന് എത്തി കിടപ്പുണ്ട്. അപ്പം അത് നോക്കിയാണ് ആൾക്കാർ വന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാൻ കണ്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. പിന്നെ കാലക്രമേണ ഞങ്ങൾ സ്ഥിരം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. ഞങ്ങൾ സ്ഥിരം ഇതിൽ പോവുകയും വലമൊക്കെ ചെയ്യണോണ്ട് നമുക്ക് വേറെ ഇതുമില്ല. വന്ന ആൾക്കാർക്ക് അവർക്ക് നമ്മ കാണുന്നിട്ടല്ല മറ്റാൾക്കാർ കാണണം. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അത് വൈകിട്ടേ വരുള്ളൂ. രാവിലെ ഒന്നൂറ്റൊക്കെ മരത്തിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ നഗരത്തിൻ്റെ തിരക്കുന്നെല്ലാം മാറി നേരെ നെടുങ്ങാട് വരിക. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ട് വന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇവിടെ കുറച്ചും കൂടി വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരിക, കുറച്ച് സമാധാനത്തിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ടു പോവുക. നെടുങ്ങാട് നിന്ന് സാരഥി ശ്രീകുമാറിനും ക്യാമറമാൻ മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. വടക്കൻ കേരളത്തിൻ്റെ
പച്ച പുതച്ച നാട്ടിടവഴികളിലൂടെ ഇപ്പോൾ വീടുകളിലേക്ക് ഒരു അതിഥി എത്തുന്നുണ്ട്. ആടിമാസമായ കർക്കിടകത്തിൽ ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയിൽ കൈമണിയും കിലുക്കി കർക്കിടകത്തെയ്യം വരുന്നതും കാത്തു വീട്ടുകാരിയിരിക്കും. ആ കാത്തിരിപ്പ് എന്തിനാണെന്നാണ് കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത്. കാവുകളിലും തറവാടുകളിലും വീടുകളിലും കെട്ടിയാടുന്നവയാണ് വടക്കൻ്റെ സ്വന്തമായ തെയ്യങ്ങൾ. പഞ്ഞമാസമായ കർക്കിടകത്തിൽ കൈമണി കിലുക്കി നടവരമ്പുകൾ താണ്ടി വീടുകളിലേക്ക് എത്തുന്ന തെയ്യമുണ്ട്. ആടിവേടനെന്ന് പൊതുവെ പറയുന്ന കർക്കിടക തെയ്യത്തിൻ്റെ കാഴ്ച ഒന്ന് കണ്ടുവരാം. കർക്കിടക മാസത്തിൽ ആടിയും വേടനും ഗളിജനും കെട്ടിയാണ് പുതിയ തലമുറ തെയ്യലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. മനോലയും ചുവപ്പ് പടർത്തുന്ന ചായലവും മുഖത്ത് തേച്ച് ഗുരുകാരണന്മാരെ ധ്യാനിച്ച തലപ്പാളി വെച്ച് കെട്ടി അവർ തെയ്യപ്രപഞ്ചത്തിലേക്ക് ചുവടുവെക്കുകയാണ്. കർക്കിടകത്തിലെ ആധികളും വ്യാധികളും അകറ്റാനാണ് ആടിവേടന്മാരുടെ ദേശസഞ്ചാരം. വീട്ടുമുറ്റത്ത് ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ കൈമണി കിലുക്കി തോറ്റംപാട്ടിന് കുട്ടിത്തെയ്യങ്ങൾ ചുവടുവെക്കും. തെയ്യാട്ടം നിർത്തിക്കഴിഞ്ഞാൽ നിലവിളക്കിൽ നിന്നും ഒരു തിരിയെടുത്ത് ഗൃഹനാഥ മുറ്റത്ത് ഗുരുതി ഒഴിച്ചു കളയും. ഈ ചടങ്ങോടെ ആ വീട്ടിലെ ജ്യേഷ്ഠകളെ പുറത്താക്കി ഐശ്വര്യം കടന്നു വരുമെന്നാണ് വിശ്വാസം. ആടി, വേടൻ, ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ വീടുകളിലേക്ക് എത്തുന്നത്. ശിവപാർവതിമാരുടെയും അർജുനൻ്റെയും സങ്കല്പമാണ് ഈ തെയ്യങ്ങൾ. പുരാണത്തിലെ പാശുപതാസ്ത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും കർക്കിടക തെയ്യങ്ങളുടെ പിന്നിലുണ്ട്. മൂകാസുരൻ എന്ന ഒരു അസുരൻ പന്നിയായിട്ട് വരുന്നത്. അപ്പോൾ ആ പന്നിനെ പിന്നെ വേടൻ കണ്ടിട്ട് അതിനെ അവർ പിന്നെ അമ്പ ചെയ്യുന്നു. അർജുനൻ ആദ്യം കാണുന്നു. അപ്പോൾ അർജുനൻ അമ്പ ചെയ്തിട്ട് പിന്നെ അത് രണ്ടാമത് വേടൻ കാണുന്നു. വേടൻ അമ്പ ചെയ്തു. അപ്പോൾ രണ്ടാളും അവിടുന്ന് കലഹം ഉണ്ടായി, അടിപിടിയെല്ലാം. എന്നിട്ട് അവസാനം പിന്നെ വേടൻ്റെ രൂപം കാണിച്ചു കൊടുത്തു. ശിവൻ്റെ പൂർണ്ണ അവതാരം അവിടെ കണ്ടു, പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ശാഷ്ടാംഗം പോകുന്നു അർജുനൻ. അതാണ് അതിൻ്റെ ഐതിഹ്യം. എന്നിട്ട് അവിടുന്ന് പാശുപതാസ്ത്രം കൊടുക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ താണ്ടി നഗ്നപാതരായാണ് സഞ്ചാരം. ഒരു ദേശത്ത് ചെണ്ടയുടെ താളം കേട്ടാൽ വീട്ടുകാർ തെയ്യമെത്തുന്നതും കാത്തിരിക്കും. കാത്തു നിൽക്കും. അത് തെയ്യത്തിൻ്റെ കൊട്ട് കേൾക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ഒരുങ്ങിയിട്ട് നിൽക്കലുണ്ട്. ഒരുങ്ങിയിട്ട് എന്നല്ല, നമുക്കൊരു വിശ്വാസമല്ലേ. ഇപ്പോൾ ഇല്ലവർക്ക് അതൊന്നും ഇല്ലല്ലോ. വലിയ പിള്ളേർക്കെല്ലാം വിശ്വാസം കുറവല്ലേ. നമുക്കിതൊരു വിശ്വാസമാണ്. ഉത്തരമലബാറിൽ തെയ്യാട്ടക്കാവുകളിൽ ചിലമ്പൊലി ഉയരുന്നത് തുലാം 10 മുതലാണ്. കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ തെയ്യത്തിൻ്റെ വാക്കുരിയാട്ടത്തിനും ചെണ്ടക്കൂറ്റിനുമായി തുലാം 10 വരെ വടക്കൻ്റെ മണ്ണും മനസ്സും കാത്തിരിപ്പാണ്. വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്.
സോജാ രാജകുമാരി സോജാ. കുന്ദൻലാൽ സൈഗാളിന്റെ വിശ്വപ്രസിദ്ധമായ ഗാനം. തൻ്റെ പ്രണയിനിയെ പ്രിയപ്പെട്ടവളെ പാടിപ്പാടി ഉറക്കുകയാണ് സൈഗാൾ. ഈ പാട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മലയാളികളുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് പാടുക സൈഗാൾ പാടു നിൻ രാജകുമാരിയെ പാടിപ്പാടി ഉറക്കൂ എന്ന് എഴുതിയത്. ONV കുറുപ്പ് വരികൾ എഴുതുമ്പോൾ അതിന് ശബ്ദവും സംഗീതവുമായത് ഉമ്പായിയാണ്. വിരഹത്തിൻ്റെ വേദനയും പ്രണയത്തിൻ്റെ മാധുര്യവും തൻ്റെ ഗസലുകളിൽ ആവാഹിച്ച ഒരേ ഒരു ഉമ്പായി. ഗസലിൻ്റെ ഈണത്തിൽ മലയാളിയുടെ ഹൃദയം തൊട്ടുപോയ PA ഇബ്രാഹിം എന്ന ഉമ്പായിയുടെ ഓർമ്മകളിലേക്ക് ഒരു യാത്ര പോകാം. ആ ഗസലുകൾ മുഴങ്ങിയ ഗലികളിലൂടെ ബിൻഷാ മുഹമ്മദ് നടത്തിയ യാത്രയാണ് അടുത്തത്. മരണം ശരീരങ്ങളെ മാത്രമാണ് മണ്ണിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാക്കി വെച്ചുപോയ സംഗീതം ഒരു ആത്മാവെന്ന പോലെ ഈ മണ്ണിൽ അങ്ങനെ ഒഴുകിപ്പരന്ന് നടക്കും. മലയാളിയുടെ ഓർമ്മകളുടെ ലൂപ്പിൽ ഇന്നും സംഗീതം പൊഴിക്കുന്ന ഒരു കലാകാരനുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സന്താപവും എല്ലാം ഗസലിലേക്ക് ആവാഹിച്ച പ്രിയപ്പെട്ട ഉമ്പായി. മലയാളിയുടെ ഗസൽ ആസ്വാദനത്തിന് ഹൃദയതന്ത്രി മീട്ടിയ കലാകാരൻ. ആ ഓർമ്മകളിലേക്ക് ഒരു ടൈം ട്രാവൽ നടത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ലെറ്റ്സ് ഗോ. പാടുക സൈഗാൾ പാടു പാടുക സൈഗാൾ പാടു നിൻ രാജകുമാരി പാടി പാടിയുറക്കൂ. ഇത് രാഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കലാസംഘടന 85 എച്ച് മെഹബൂബായിയുടെ പേരിലേക്ക് മൊഴിമാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ക്യാപ്റ്റൻസിയിലുണ്ടായിരുന്നത് ഉമ്പായി സാഹിബാണ്. ഇങ്ങനെ ഒരു സംഘടനക്ക് രൂപം കൊടുത്തതും ഒരു കൂട്ടായ്മ ഉണ്ടായതും ഇരിപ്പിടം ഉണ്ടായതും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. കൽവത്തിയിലെ മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്രയിലാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇപ്പോഴുള്ളത്. വെറും ഒരു ഓർക്കസ്ട്ര മാത്രമല്ല, ഒരു ഓർമ്മകളുടെ ഒരു കുടീരം കൂടിയാണ് ഇവിടം. ഇവിടുത്തെ 4 ചുമരുകൾക്ക് ഉമ്പായിക്കയുടെ ശബ്ദം ചിരപരിചിതമാണ്. ഇവിടുത്തെ കൽവത്തിയിലെ ഗലികളെ ഓർമ്മകൾക്ക് വിട്ടുകൊടുത്താൽ ഒരുപക്ഷെ വളരെ മധുരോധാരമായി പാടുന്ന ഒരു പഴയൊരു യുവ ഗായകൻ്റെ രംഗം, ഒരു ചിത്രം നമ്മുടെ മനസ്സിലെല്ലാം തെളിഞ്ഞു വരും. വളരെ കഷ്ടപ്പെട്ട ഒരു ബാല്യം, തെരുവിലലഞ്ഞ ബാല്യം, അവിടുന്ന് മുംബൈ അധോലോകത്തേക്കുള്ള യാത്ര, അതെല്ലാം കഴിഞ്ഞ് സംഗീതം നിയോഗം പോലെ വീണ്ടും കൈവെള്ളയിലേക്ക് വന്നപ്പോൾ ഒരു ഹാർമോണിയ പെട്ടിയും കയ്യിലേന്തി വീണ്ടും ഗസലിൻ്റെ വഴിയിലേക്ക് തിരികെ വന്ന ആ ജീവിതം സംഭവബഹുലം എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഓർമ്മകളുടെ എല്ലാം ശേഷിപ്പാണ് ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുലാം അലിയും മെഹദി ഹസനും ബീഗം അക്തറും ജഗ്ജീത് സിംഗും പാകിയിട്ടുപോയ ഗസലിന്റെ വഴിയെ ഇങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും നടന്നു കയറിയൊരു ചെറുപ്പക്കാരൻ. സുനയനെ സുമുഖി, വീണ്ടും പാടാം സഖി, അകലെ മൗനം പോൽ, ഗാനപ്രിയരെ തുടങ്ങി മലയാളിയുടെ മനസ്സിൽ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഗൃഹാതുരതയുടെയും ലഹരി പടർത്തിയ നിരവധി ഗസൽ ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ പ്രതിഭ. മലയാണ്മ തുളുമ്പുന്ന ആ ഗസൽ സൗന്ദര്യത്തിന്റെ ആത്മാവും ആമുഖവുമെല്ലാം ഇങ്ങ് ഫോർട്ട് കൊച്ചിയിലെ പടിഞ്ഞാറേ വീട്ടിൽ തന്നെയുണ്ട്. പാട്ടുകളും ഇതൊക്കെ കേട്ടു ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇതിനൊക്കെ പറ്റി ചോദിക്കുമ്പോൾ മാത്രമേ ഇനി നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എൻ്റെ ചുറ്റിനുണ്ട്, ഇങ്ങനെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ള ഫീൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അവളുടെ തളിരധരങ്ങൾക്ക് മായാത്ത അരുണിമയുണ്ടായിരുന്നു, ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു. ഈ ഓഗസ്റ്റ് 1 വന്നപ്പോൾ ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 8 വർഷം തികയുകയാണ്. പക്ഷേ ആ ഒരു കാലയളവ് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഒരുപാട് കോൾസ് ഞങ്ങൾക്ക് വരാറുണ്ട്, മെസ്സേജസ് ആയിട്ട് വരാറുണ്ട്. ഉപ്പയുടെ പാട്ടുകൾ കേട്ടിട്ട് ഇപ്പോഴും അവർക്കത് ഒരു വല്ലാത്തൊരു ആശ്വാസം നൽകുന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ. ഉപ്പയെ കേൾക്കാൻ വൈകിപ്പോയവരുടെ വിഷമങ്ങൾ, ഉപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. രാജകുമാരി പാടി പാടി ശരിക്കും ഉപ്പ മരിച്ച് കുറേ നാൾ ഞാൻ ഉപ്പയുടെ പാട്ടുകൾ കേൾക്കൂലായിരുന്നു. എനിക്ക് ഒരുപാട് മിസ്സിങ് തോന്നിയത് അപ്പോഴാണ്, വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ എന്തോ ഈയിടെയായിട്ട് ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഞാൻ റിപ്പീറ്റായിട്ട് കേൾക്കാറുണ്ട്. ശരിക്കും എനിക്ക് വേണ്ടി ആ പാട്ടുകൾ ചെയ്തു വെച്ചതുപോലെ എനിക്ക് തോന്നാറുണ്ട്.
അത്രയും ആശ്വാസം തരുന്ന പാട്ടുകൾ. ആരും ഉണർത്തരുതേ, പാടുക സൈക പാടൂ. മുംബൈയെ മരണമില്ലാതെ ജീവിപ്പിച്ചു നിർത്തുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. ക്യാമറാമാൻ വിഷ്ണു രവിക്കൊപ്പം ബിൻഷ മുഹമ്മദ്, 24. മുംബൈയെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊച്ചിക്കായലിൽ ഓളം വെട്ടുന്നത് പോലെയാണ്. ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അവസാനിക്കുന്നില്ല. മുംബൈയുടെ ഗാനങ്ങൾക്ക് പുറമെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുള്ള മാസ്മരികത എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം MS ബാബുരാജ് ഹിന്ദുസ്ഥാനി സംഗീതത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ചില ഗാനങ്ങൾ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഒപ്പം താമസമെന്തേ വരുവാൻ, ഒരു പുഷ്പം മാത്രമൻ, ഇതൊക്കെ ഉമ്പായിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അധോലോകത്ത് നിന്നാണ് ഉമ്പായി ഗാനലോകത്തേക്ക് എത്തിയതെന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ അധോലോകത്ത് നിന്ന് ഗാനലോകത്തേക്ക് എത്തിയ ഗസൽ മാന്ത്രികന് 1000 ഓർമ്മപ്പൂക്കൾ. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ തുടക്കവും ഒടുക്കവും ഹരിതാഭയാൽ അങ്ങനെ നിറഞ്ഞു തുളുമ്പട്ടെ. അടുത്ത യാത്ര പാലക്കാടേക്കാണ്. പാലക്കാട്ടെ ഒരു സുന്ദര ഗ്രാമം. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യില്ലേ, അവിടേക്ക് തന്നെ. മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം, പുഴകൾ, മനോഹരമായ നെൽപ്പാടങ്ങൾ. രാജ്യത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി ഇൻസ്റ്റയിൽ വളരെ ട്രെൻഡിയായ ഗ്രാമം. അതെ, മറ്റൊന്നുമല്ല, കൊല്ലങ്കോട്. കൊല്ലങ്കോടേക്കാണ് യാത്ര. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളുമായി റൈഡിംഗ് റിപ്പോർട്ടറിലെത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോട്ടേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത്. കൊല്ലങ്കോട്ടെ വിശേഷങ്ങൾ കാണാം. വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് വരണം എന്ന് പറഞ്ഞത് 100% ശരിയാണ്. കാരണം അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ഇന്നും ഗ്രാമീണ ഭംഗിയുടെ തനിമ ഒട്ടും ചോരാതെയാണ് പാലക്കാട്ടെ ഓരോ ഗ്രാമങ്ങളും ഉള്ളത്. അതിൽ ഒന്നാണ് കൊല്ലങ്കോടും. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് പ്രകൃതിയുടെ അനുഗ്രഹം നിറഞ്ഞ പ്രദേശമാണ്. കാറ്റിലാടുന്ന നെൽക്കതിരുകളും പച്ചപ്പിൽ മുങ്ങിയ തെങ്ങിൻ തോപ്പുകളും ഗ്രാമീണ വഴികളും ഈ നാടിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. മഴ തുടങ്ങിയതോടെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നുള്ള ചെറിയ നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും സഞ്ചാരികൾക്ക് ഏറെ കുളിർമയേകുന്നു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളുടെ പട്ടികയിൽ കൊല്ലങ്കോടിനെ 3ാം സ്ഥാനത്തേക്ക് കളേഴ്സ് ഓഫ് ഭാരത് എന്ന ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്തതോടെ പിന്നീട് കൊല്ലങ്കോടിനെ തേടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെത്തി. നല്ല സ്ഥലമാണ്. ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ ഒരു യാത്ര പോകുന്ന വഴിക്ക് കണ്ടതാണ്. വളരെ നല്ലതാണ്. അപ്പോൾ ഈ പാടമൊക്കെ അവർ നല്ലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷിയുണ്ട്. ആലപ്പുഴയിലേക്കൊന്നും അറിയാമല്ലോ, നല്ലോണം കൃഷിയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇതുപോലെ ഒരു ടൂറിസം ആയിട്ട് ബന്ധിപ്പിച്ചൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് ഇവർക്ക് ഒരു നല്ല ഐഡിയ ആണ്. ഇത് മറ്റുള്ളിടത്തും കൂടി ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. I did see a lot of reels and it motivated me to come to Kerala, but it's more beautiful than whatever we see on reel. Like camera can never match whatever our eyes capture, so it's very beautiful. കൊല്ലങ്കോട് ഒരു രക്ഷയില്ല. കൊല്ലങ്കോട് നമ്മൾ എന്താ പറയുക, പ്രകൃതിയാണ് കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം. ഒന്നും ഉണ്ടാക്കി വെച്ചൊന്നുമില്ല, എല്ലാം ഇവിടെ ഉള്ളതാണ്. കൊല്ലങ്കോട് നല്ല അടിപൊളിയായിട്ടുണ്ട്. മീൻസ് നേച്ചർ സൂപ്പറായിട്ടുണ്ട്. കൊല്ലങ്കോട് ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ നല്ല പ്ലേസ് എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷപ്പെട്ടു. അതുകൊണ്ടാണ് ഉള്ളിലേക്കെല്ലാം വന്നിട്ട് ഞങ്ങൾ എടുക്കുന്നത്. നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. This like 3rd time or 4th time, but ഞങ്ങൾ വന്നിട്ട് ഇതാണ് ഫസ്റ്റ് ടൈം റെഡ് അലേർട്ട് വന്നത്. സമൂഹ മാധ്യമങ്ങളിലെ റീലുകളിലും കൊല്ലങ്കോട് എന്നും വൈറലാണ്. ഇതും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമായി. ഇതോടെ കൃഷി മാത്രം ചെയ്തിരുന്ന നെൽപ്പാടങ്ങളിൽ കർഷകർ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി കുടിലുകളും ഏർമാടങ്ങളും വരെ ഒരുക്കി. കൃഷിയാണ് ഈ നാടിന്റെ ജീവനാഡി. പ്രകൃതി മാത്രമല്ല, ചരിത്രവും കൊല്ലങ്കോടിന്റെ അഭിമാനമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊല്ലങ്കോട് കൊട്ടാരവും ചുറ്റുമുള്ള ചരിത്ര സ്മാരകങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്.
ഇതാണ് പ്രശസ്തമായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. കൊല്ലങ്കോട്ടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ കയറാതെ പോകാറില്ല. ഇതാണ് പ്രശസ്തനായ ചെല്ലഞ്ചേട്ടൻ. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെല്ലഞ്ചേട്ടനോട് തന്നെ ചോദിക്കാം വിശേഷങ്ങളൊക്കെ. എങ്ങനെയുണ്ട് ഇവിടെ തിരക്കും ടൂറിസ്റ്റുകളൊക്കെ? ടൂറിസ്റ്റുകളൊക്കെ നിറയെ വരാറുണ്ട്. ഓരോ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് ഉണ്ട്. പിന്നെ സാധാരണ ആൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തിനും വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടാകെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദേശികളും കുറേ പേര് ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയെ കുറിച്ചൊക്കെ ഒരുപാട് റീൽസ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതൊക്കെ കാണാറുണ്ടോ? അങ്ങനെ ഇപ്പം നമുക്ക് അവിടെ നോക്കാൻ സമയം, ഇവിടെ പണിയെടുക്കലല്ലേ. ആരെയും കാണിച്ചു തരാറുണ്ടോ? അത്യാവശ്യമൊക്കെ കുട്ടികൾ അത്യാവശ്യം ഇങ്ങനെ കാണിക്കും, അത്രേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ ഈ കടയിൽ സ്പെഷ്യൽ? എന്താണ് ചായ അല്ലാതെ മറ്റ്? ഞങ്ങൾ ആ പഴയ കാലത്ത് എങ്ങനെ ഉണ്ടാക്കി അതുമാതിരി തന്നെ ഇപ്പോഴും കൊടുക്കണേ. ഇപ്പം നമ്മളിപ്പോൾ ആൾ വരുന്ന പറഞ്ഞ ഐറ്റം ഒന്നും കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും. പിന്നെ ചിലപ്പോഴല്ല ഉഴുന്നുവടിയും പരിപ്പുവടിയും എപ്പോഴും ഉണ്ടാവും. ചായയും പരിപ്പുവടിയാണ് കോംബോ, അതാണ് സ്പെഷ്യൽ അല്ലേ? പരിപ്പുവടിയും ഉഴുന്നുവടിയാണ്. ഇങ്ങനെ ഈ ചായക്കട അറിഞ്ഞത്? ചായക്കട നമ്മൾ റീൽസിലൊക്കെ കണ്ട് അങ്ങനെ വന്നതാണ്. ചെല്ലഞ്ചേട്ടൻ അങ്ങനെ കണ്ടിപ്പോ വന്ന് റീൽസിലൊക്കെ കണ്ടപ്പോ നേരെ അങ്ങോട്ട് പോന്നു. വേറെ ഇനി കുറച്ച് സ്ഥലം കൂടി പോകാണ്ട്. കൊറേ വട്ടായി കാണുന്നു, അപ്പൊ വരാൻ പറ്റാറില്ല. അപ്പൊ ഈ ഞായറാഴ്ച എല്ലാം കൂടി പിള്ളേര് ഒരുമിച്ച് ഇങ്ങനെ വന്നതാ. ഒരു ചായയും ചൂടോടെയുള്ള പരിപ്പുവടയും കഴിച്ച് ഞങ്ങൾ നേരെ ചെന്നത് താമരപ്പാടത്തേക്കാണ്. താമരപ്പാടത്തും നെല്ലിയാമ്പതി മലനിരകൾ തലയെടുപ്പോടെ കാണാൻ കഴിയും. താഴെ വിളഞ്ഞു നിൽക്കുന്ന പച്ചയിൽ കുളിച്ച നെൽപ്പാടങ്ങളും. ഇനിയും ഒട്ടേറെ വശ്യമനോഹരമായ സ്ഥലങ്ങൾ കൊല്ലങ്കോട് കാണാനുണ്ട്. എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും കൊല്ലങ്കോടിന്റെ വിശേഷങ്ങളും ഇവിടെ തീരില്ല. പാലക്കാടിന്റെ തെക്കേയറ്റത്ത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നാട്. കൃഷിയും സംസ്കാരവും പൈതൃകവും എല്ലാം ഒത്തുചേരുന്ന പ്രദേശം, അതാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോടിന്റെ പ്രകൃതി സൗന്ദര്യവും ഗ്രാമീണ ഭംഗിയും കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഈ നാടിന്റെ സൗന്ദര്യം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ ഭൂമിയുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ പഠിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമയം പൂർത്തിയാകുന്നു. പുതിയ കഥകൾ, പുതിയ വിശേഷങ്ങളൊക്കെയായി റൈഡിംഗ് റിപ്പോർട്ടറിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.